നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പാചകത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നന്നായിട്ട് പഴുത്ത പഴം കൊണ്ട് ചെയ്യുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് ഉണ്ടാക്കുന്നത്. ബനാന കേക്ക് അഥവാ ബനാന ബ്രെഡ്. അതിനായിട്ട് നമുക്ക് നന്നായിട്ട് പഴുത്ത റോബസ്റ്റ പഴമാണ് വേണ്ടത്. ഇത് 3 റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. ഇത് തൊണ്ട് കളഞ്ഞ ശേഷം 400 ഗ്രാമാണ് ഇതിന്റെ വെയിറ്റ്. പിന്നെ നമുക്ക് മൈദ വേണം. അത് 2 കപ്പ്, അതായത് 250 ഗ്രാം. പിന്നെ 2 മുട്ട, പഞ്ചസാര 3/4 കപ്പ്, അതായത് 180 ഗ്രാം. പിന്നെ നമുക്ക് വെജിറ്റബിൾ ഓയിൽ, ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇത് 120 ml ഉണ്ട്, അതായത് 1/2 കപ്പ്. പിന്നെ വാനില എസൻസ് വേണം 1/4 കപ്പ്, അതായത് 60 മില്ലി പാല്. അണ്ടിപ്പരിപ്പ് 100 ഗ്രാം അല്ലെങ്കിൽ 1 കപ്പ്. പിന്നെ നമുക്ക് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, ഒരു നുള്ള ഉപ്പ്. ഇത്രയാണ് ഇതിന്റെ ചേരുവകൾ. നമുക്ക് ഏറ്റവും ആദ്യം തന്നെ ഇതിനുള്ള ടിൻ തയ്യാറാക്കി വയ്ക്കാം. ഞാനൊരു ഗ്ലാസിന്റെ ടിന്നാണ് ഉപയോഗിക്കുന്നത്. ഇത് 10 ഇഞ്ച് വലുപ്പത്തിലുള്ള ടിന്നാണ്. ആദ്യം നമുക്കിതിൽ കുറച്ച് എണ്ണ അല്ലെങ്കിൽ ബട്ടർ ഒന്ന് തടവി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിന് മുകളിലേക്ക് കുറച്ച് പൊടി തൂക്കിയെടുക്കാം. ഈ പൊടി എല്ലാ ഭാഗത്തും ആകുന്ന പോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. അധികമായിട്ടുള്ള പൊടി നമുക്ക് മാറ്റിക്കളയാം. ഇപ്പൊ നമ്മുടെ ടിൻ തയ്യാറായി കഴിഞ്ഞു. നമുക്കിതൊരു സൈഡിലേക്ക് വയ്ക്കാം. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബ്രെഡിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വെക്കുകയാണ്. അതിനായിട്ട് മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഉപ്പ് ഇത്രയൊരു പാത്രത്തിലേക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു സൈഡിലേക്ക് വെക്കാം. ഇനി നമുക്ക് പഴം നന്നായിട്ട് ഉടച്ചെടുക്കണം. അതിനായിട്ട് നമുക്കിത് തൊണ്ട് കളഞ്ഞെടുക്കാം. പഴം നമ്മൾ എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത പഴം തന്നെ എടുക്കുക. തൊണ്ടൊക്കെ ഒന്ന് കറുത്ത് തുടങ്ങിയിട്ടുള്ള ആ സ്റ്റേജിലുള്ള പഴമാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ളത്. ഇത് ഉടച്ചെടുക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഉപയോഗിച്ചാൽ മതി. നമ്മൾ മിക്സിയിലൊക്കെ ഇട്ട് അരച്ചിട്ടുണ്ടെങ്കിൽ അത് ഒത്തിരി അങ്ങ് വെള്ളം പോലെ ആയിപ്പോവും. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ മാത്രം, കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഇതേപോലെ നമ്മളൊന്ന് ഉടച്ചെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇത് 170 ഡിഗ്രിയിൽ നമുക്ക് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഓവൻ ഇല്ലാത്തവർക്ക് ഇത് സ്റ്റൗ ടോപ്പിലും ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ കേക്കിന്റെ വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിനായിട്ടൊരു ബൗളിലേക്ക് മുട്ട എടുക്കാം. മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് പതഞ്ഞ ഒരു കളറൊക്കെ മാറി വരുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിനായിട്ട് ഹാൻഡ് മിക്സർ തന്നെ വേണമെന്നില്ല. ഒരു തടിത്തവി അല്ലെങ്കിൽ വിസ്കോ ഉപയോഗിച്ച് നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്താലും മതി. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പൊ പഞ്ചസാര നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്, നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇതിലേക്ക് എണ്ണ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൂടുതൽ നേരം മിക്സ് ചെയ്യേണ്ട, ഒരു 30 സെക്കൻഡ് കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഉടച്ചു വെച്ച പഴം ചേർത്ത് കൊടുക്കാം. ഇതിനൊപ്പം പാലും അതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പൊടിയുടെ കൂട്ടും കൂടി ഇതിലേക്ക് ചേർക്കാം. പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓവറായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല, സാവധാനം ഫോൾഡ് ചെയ്തെടുക്കണം. ഇതിലേക്ക് അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ചോക്ലേറ്റ് ചിപ്സ് ചേർത്ത് കൊടുക്കുന്നവരുണ്ട്. അത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പൊ നമ്മുടെ ബ്രെഡിനുള്ള ബാറ്റർ റെഡി ആയി കഴിഞ്ഞു. ഇത് നമുക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് തട്ടിക്കൊടുക്കാം, എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പുറത്ത് പോകാനായിട്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. 170 ഡിഗ്രി സെൽഷ്യസിൽ 60 തൊട്ട് 65 മിനിറ്റ് വരെ നമുക്ക് ബേക്ക് ചെയ്യാം. സ്റ്റൗ ടോപ്പിലാണെങ്കിലും 60 തൊട്ട് 65 മിനിറ്റ് വരെയാണ് നമ്മൾ ബേക്ക് ചെയ്യേണ്ടത്. ഞാനിതിപ്പോൾ ഒരു 65 മിനിറ്റ് ആണ് ബേക്ക് ചെയ്തത്. നമുക്കിത് പുറത്തേക്ക് എടുക്കാം. പിന്നെ നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ലോഫ്റ്റ് ടിന്നിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ മുകളിൽ ക്രാക്സ് വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പേടിക്കേണ്ട, സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ് ബനാന കേക്കിൽ. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് ടിന്നിൽ നിന്ന് പുറത്തേക്ക് മാറ്റാം. പഴത്തിന് നല്ലൊരു ഫ്ലേവറുള്ള നല്ലൊരു കേക്കാണ്. നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇനി നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്ക് മുറിച്ചെടുക്കാം.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതൊരു നന്ദി, നമസ്കാരം.